അതുണ്ടാവുന്ന തിരഞ്ഞെടുപ്പിൽ പരാജയം വിജയം ഉണ്ടാവും, വോട്ട് കൂടും കുറയും. ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ വാർഡിൽ നിൽക്കുമ്പോൾ ഒരു പ്രാവശ്യം 1010 വോട്ടിന് ഒരു വാർഡിൽ ജയിച്ചു. നെക്സ്റ്റ് ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ 380 വോട്ടിനാണ് ജയിച്ചത്. 1010 പേരും BJPക്ക് എതിരാണെന്നല്ല. അപ്പോഴത്തെ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ ഗ്രൂപ്പിസം ഇല്ല. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിസം, നിങ്ങൾ 16 പത്രക്കാരുടെ സംഘടനയുണ്ട്, അതിൽ 8 ആളിൽ ഗ്രൂപ്പിസം ഉണ്ട്. പത്രക്കാരുടെ സംഘടന എനിക്കറിയും, തല്ലുപടി നടക്കും ഇലക്ഷൻ വരുമ്പോൾ. അപ്പോൾ ഒരു വലിയ ജനാധിപത്യ സംഘടനയാകുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. ആ അഭിപ്രായം ഗ്രൂപ്പിസമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ എത്ര ഗ്രൂപ്പുകാർ ആരൊക്കെ പോയിരിക്കണം. ഒരു ചുക്കിനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്, ഒരു ചുക്കും ചുണ്ണാമ്പ് ഇവിടുന്ന് പോയിട്ടുണ്ടോ നിങ്ങൾ? എനിക്ക് അവരെ പറ്റി അറിയില്ല, ഞാൻ അവരെ കണ്ടിട്ടില്ല. നിങ്ങൾ അവരടുത്ത് പോയി ചോദിക്കുക. നിങ്ങൾ കൺഫ്യൂഷനാക്കാൻ എന്നെ നോക്കണ്ട, അത് കൈവച്ചാൽ മതി. അവർ വരികയാണെങ്കിൽ ചോദ്യം ചെയ്യും. അതിലപ്പോൾ സ്പീക്കർ ശശി BJPക്ക് വരും, ഞങ്ങൾക്ക് ആരോടും അയത്തില്ലല്ലോ. അവരൊക്കെ BJPക്ക് വരുമെന്ന് അയാൾ പറഞ്ഞ് CPM രാജിവെച്ചാൽ നമുക്ക് നോക്കാമെന്ന്. എന്ത് അതൊക്കെ ഞങ്ങൾ സംസ്ഥാന അധ്യക്ഷനും ജില്ലാ കമ്മിറ്റിയൊക്കെ കൂടി നിശ്ചയിക്കേണ്ടതാണ്. അയാൾ വരുമെന്ന് നമ്മൾ തന്നെ ഞാൻ ചർച്ച നടത്താൻ ഞാനല്ല ജില്ലാ പ്രസിഡന്റിലേക്ക്. അയാൾ വരുമെന്ന് എന്നെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ സംസ്ഥാന അധ്യക്ഷനോ ജില്ലാ അധ്യക്ഷനോ പറഞ്ഞ് വിളിക്കാം. അയാൾ വരുമെന്ന് തയ്യാറായാൽ എന്നെ വിളിച്ച് പറയണം BJPക്ക് വരാമെന്ന് ഞാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ എന്താ വ്യത്യാസം. അയാൾ കേസിൽപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കേസ് തീരുമാനം വന്നിട്ടില്ലല്ലോ, കേസിന് വിധി വന്നിട്ടില്ലല്ലോ. വിധി വരുമ്പോഴല്ലോ പ്രതിയാവില്ലോ, അതുവരെ ആരും പ്രതികളില്ലല്ലോ. സ്ഥാനാർത്ഥിത്വം മോഹിച്ചിട്ട് ഇവിടെ ആളുണ്ട്, ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അത് നിങ്ങൾ പറയും, അയാൾ പറയട്ടെ. നിങ്ങൾ കൊടുക്കുക ചോദിച്ചാൽ ഞാനെല്ലാം കൊടുക്കേണ്ട ആൾ. അയാൾ പറയട്ടെ. അയാൾ കോടതി വിധി വന്ന് അയാൾ കുറ്റക്കാരനാണ് കഴിഞ്ഞാൽ അപ്പോഴാണ് ഒരാളെ കുറ്റം പാടുള്ളൂ. അത് കോടതി വിധി വരാതെ ഒരാൾ കുറ്റക്കാരനാണ് നിങ്ങൾ പറഞ്ഞത്. കണ്ടത് അവർ പാർട്ടി തന്നെ നിർത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആ പാർട്ടി നിൽക്കുമ്പോൾ രാജിവെച്ച് വരികയാണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ, അല്ലേ? പാർട്ടി കോടതി വിധിച്ചു, അങ്ങനെ വിധിക്കുകയാണെങ്കിൽ എല്ലാ സഖാക്കളും പുറത്തു കൊണ്ടുവരും. PK ശശിയുടെ കാര്യം ചെയ്യാത്ത ഏതെങ്കിലും സഖാക്കളുണ്ടോ? അതൊന്നും കാര്യമില്ല, അതൊക്കെ അവരുടെ പാർട്ടി ആഭ്യന്തര കാര്യം. PK ശശി ഇപ്പോൾ CPM ആണ്. CPM രാജിവെച്ചിട്ടില്ല, മറ്റേ ബോർഡാണ് രാജിവെച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ, ജില്ലാ ടീം ഇവരൊക്കെ പറഞ്ഞ് ഷൊർണൂർ മണ്ഡലം ടീമൊക്കെ അന്വേഷിച്ചിട്ട് അത് ചെയ്യാൻ പറ്റുമോ? അല്ല ഷൊർണൂർ പഞ്ചായത്ത് ഒറ്റപ്പാലം മണ്ഡലത്തിൽ, ഷൊർണൂർ മണ്ഡലത്തിൻ്റെ ഒറ്റപ്പാലം ഞാൻ BJP സ്ഥാനാർത്ഥി ആരാണെന്ന് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ അനൗൺസ് ചെയ്താൽ ശോഭയ്ക്കായ പ്രശാന്ത് ശിവനായാലും ആരായാലും നിങ്ങളിൽ ആരെങ്കിലും ഒരാളായാലും കുഴപ്പമില്ല. തങ്ങളോട് ആവശ്യപ്പെട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. അവിടെ പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ എന്തുകൊണ്ടും ചെയ്യും. എല്ലാവരും അവർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സൗകര്യം. മുക്കും മൂലയും ഏകദേശം 50% വോട്ടർമാരെയും നേരിട്ടറിയും പാലക്കാട് നഗരത്തിലെ. അത് പാർട്ടിക്ക് വേണ്ടി ഉപകരിക്കും. ആര് നിന്നാലും 24 മണിക്കൂറും ഇനി എൻ്റെ ജോലിയൊക്കെ മാറ്റിവെച്ച് അവർക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കും.